ഗൃഹസമ്പർക്ക പരിപാടി ഇന്ന് ആരംഭിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ മുന്നിൽ നിൽക്കുകയാണ്. എന്താണ് കോൺഗ്രസിന്റെ സന്ദേശം? ദേശീയ തലത്തിലും കേരളത്തിലെയും കാര്യങ്ങൾ, രാഷ്ട്രീയ കാര്യങ്ങൾ, ജനകീയ ജീവൽ പ്രശ്നങ്ങൾ, രാഹുൽജി ഉയർത്തുന്ന വോട്ടധികാര യാത്രയുടെ പിന്തുണ തേടിക്കൊണ്ടും അതുപോലെ തന്നെ കേരളത്തിലെയും കേന്ദ്രത്തിലെയും സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക്, മുന്നേറ്റങ്ങൾക്ക് പിന്തുണ തേടിക്കൊണ്ടും കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുമാണ് ജനസമ്പർക്കം. എല്ലാ വാർഡുകളിലും എല്ലാ വീടുകളിലും പ്രവർത്തകർ പോകണം. അതാത് സ്ഥലങ്ങളിലെ കോൺഗ്രസിന്റെ ഭാരവാഹികളതിന് നേതൃത്വം കൊടുക്കണം. ഞാൻ എൻ്റെ സ്വന്തം പഞ്ചായത്തിൽ, പായം പഞ്ചായത്തിലെ തന്തോട് വാർഡിൽ പ്രവർത്തകർക്കൊപ്പം ബ്ലോക്ക് പ്രസിഡന്റ്, മണ്ഡലം പ്രസിഡന്റ്, DCC എക്സിക്യൂട്ടീവ് മെമ്പർ, ബൂത്ത് പ്രസിഡന്റ്, വാർഡ് പ്രസിഡന്റ്, സഹപ്രവർത്തകരെല്ലാവരോടൊപ്പം രാവിലെ 9 മണിക്ക് ആരംഭിച്ചു. അരമണിക്കൂർ കൊണ്ട് തന്നെ നല്ല പ്രതികരണം. വീടുകളിൽ ആളുകളുടെ എല്ലാ വീടുകളിൽ നിന്നും അനുകൂലമായിട്ടുണ്ട്. കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയെ കൂടി നേരിടുകയാണ്. അതിനിടെയാണ് ഈ ഗൃഹസമ്പർക്കം. കോൺഗ്രസ് എല്ലാ കാര്യങ്ങളിലും ഉചിതമായ തീരുമാനം എടുത്തു എന്ന ജനങ്ങളുടെ നല്ല ബോധ്യത്തിലാണ്, ജനങ്ങളുടെ നല്ല പിന്തുണയാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംസ്ഥാന സർക്കാർ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പോടിയായി ഇപ്പോൾ ഈ വികസന സദസ്സുകൾ, തദ്ദേശ സ്ഥാപനങ്ങളിൽ വികസന സദസ്സുകൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന് ഈ തദ്ദേശ സ്ഥാപനങ്ങൾ തന്നെ പണം ചെലവഴിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. എന്താണ്? ഞാൻ കോടിക്കണക്കിന് രൂപ വാരിക്കോരി ചെലവഴിച്ച്, പിരിവെടുത്തും സർക്കാർ ഖജനാവിൽ നിന്നും ചെലവഴിച്ചും മുഖ്യമന്ത്രി ഒരു പരിപാടി നടത്തിയായിരുന്നല്ലോ 2023. അതിന് എത്ര രൂപ ചെലവാക്കി? നവകേരള യാത്ര. എന്താ അതിന്റെ പേര്? പേര് തന്നെ മറന്നുപോയി. പേര് തന്നെ നിങ്ങളും മറന്നുപോയി, ഞാനും മറന്നുപോയി, ജനങ്ങളും മറന്നുപോയി, മുഖ്യമന്ത്രിയും മറന്നുപോയി. ഒരു സിംഗിൾ പൈസയുടെ പദ്ധതി അതിന്റെ പേരിൽ നടപ്പിലാക്കിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു നേട്ടം, ഒരു കടുകിട മണിയുടെ ഒരു നേട്ടം കേരളത്തിലുണ്ടായിട്ടുണ്ടോ? രണ്ടാമത് മുഖ്യമന്ത്രി വീണ്ടും ഒരു ജനസമ്പർക്ക പരിപാടി നടത്തിയായിരുന്നല്ലോ. ഇപ്പോൾ ഒരു തട്ടിപ്പാണിത്, തട്ടിക്കൂട്ടലാണിത്, ജനങ്ങളുടെ മുൻപിൽ പരാജയം സമ്മതിക്കലാണിത്. ഇതുവരെ ചെയ്യാത്ത ഇനിയാണോ വികസനം? ഒരു പഞ്ചായത്തിന്റെ കാലാവധി തീർന്നു കഴിഞ്ഞു, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോവാണ്. ഇനിയാണോ വികസനം? ജനങ്ങൾക്ക് നന്നായിട്ട് തിരിച്ചറിവുണ്ട്. ഈ സർക്കാരിന്റെയും അവരുടെ നിയന്ത്രണത്തിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഭരണ പരാജയങ്ങൾ ജനങ്ങൾ സമ്മതിക്കുന്നു. അതിനെതിരെയുള്ള വിധിയെഴുത്തിന് ജനങ്ങൾ കാത്തിരിക്കുകയാണ്. അതിനെ എന്തെങ്കിലും പുകമറ കൊണ്ട് തടയാമെന്ന് കരുതുന്നുവെങ്കിൽ അത് നടക്കില്ല. ഈ കോൺഗ്രസ് പ്രധാന ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വരുന്ന ആരോപണങ്ങൾ ഇപ്പൊ ജനങ്ങളോട് അത് വിശദീകരിക്കേണ്ടി വരില്ല ഈ ഗൃഹസമ്പർക്ക വരും. ജനങ്ങൾക്ക് ഇതിനോടകം ഞങ്ങൾ സ്വീകരിച്ച നടപടി ജനങ്ങളെ അങ്ങേയറ്റം ഞങ്ങളിൽ കൂടുതൽ മതിപ്പും അതുപോലെ തന്നെ ഞങ്ങൾക്ക് കൂടുതൽ പിന്തുണയും നൽകുന്ന നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. മറ്റൊരു പാർട്ടിക്കും ഞങ്ങളെ കുറ്റപ്പെടുത്താൻ അർഹതയില്ല. ഈ പാർലമെന്റ് പാർട്ടിൽ നിന്ന് ഒഴിവാക്കി എന്ന് പറയുന്നുണ്ടല്ലോ, അപ്പൊ അത് സ്പീക്കറെ കൂടി അറിയിക്കേണ്ട ഒരു കാര്യമല്ലേ? അതിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതൊക്കെ പ്രതിപക്ഷ നേതാവ് ചെയ്തോളൂ. ഈ ഭരണപക്ഷത്തുള്ള MLA-മാരും ഇത്തരത്തിൽ ഒരുപാട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, അവരെ കൂടി മാറ്റി നിർത്താൻ CPM തയ്യാറാണെന്നുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞു കഴിഞ്ഞു.